അപ്പൊ നമ്മള് ചൈനയ്ക്ക് പോവാണ്. അപ്പൊ ചൈനയ്ക്ക് പോകാൻ നമ്മളാക്കി തരുന്നത് എന്റെ ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ ഫസ്റ്റ് നമുക്ക് ആബിദിനെ പരിചയപ്പെടാം. ഇത് ആബിദ്, ഇത് ഷെഫിൻ, ഇത് ഐമൻ. അപ്പൊ ഞങ്ങള് ഒന്നാം ക്ലാസ് മുതൽ +2 ഒപ്പം പഠിച്ച ഫ്രണ്ട്സ് ആണ്. അപ്പൊ അങ്ങനൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇനി എയർപോർട്ടിലേക്ക് എത്തണം. എയർപോർട്ടിലേക്ക് നമുക്ക് ഇപ്പൊ നേരെ 6:30 നമുക്കൊരു 6:45 എത്തണം. ആബിദിന് കഴിയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആബിദിന് പറ്റുമോ? അതിന്റെ മുമ്പ് ഷവർമയും വന്നതാണ്. അപ്പൊ ഒക്കെ കൂടി പറ്റുമോ നമ്മൾ നോക്കട്ടെ. ചിലപ്പോ ഷവർമ നമ്മൾ ക്യാൻസൽ ആക്കും. ഓക്കെ ബൈ. അപ്പൊ 6:45 പറഞ്ഞു. 6:45 എയർപോർട്ടിൽ എത്തിച്ചില്ല. പക്ഷെ ഷവർമ തിന്നിട്ട് ബാംഗ്ലൂരെത്തി. ബാംഗ്ലൂർ T1 ഇറങ്ങിയത്. ഇനി നമുക്ക് T2 പോകണം. അപ്പോ ഇന്റർ ടെർമിനൽ ഷട്ടിൽ കണ്ടോ, അത് പിടിച്ച് നമ്മള് T2യിലേക്ക് പോകും. ബാംഗ്ലൂർ എയർപോർട്ടിലാണ്. ഇനി ഇവിടെ നമ്മളെ ഫ്ലൈറ്റ് ഉള്ളത് മോർണിംഗ് 5:25 10 നേരം നമുക്കൊരു ടൈമുണ്ട്. അപ്പോൾ എന്നോട് പോയി ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞു. Now we need to go to the gate. അപ്പോ ഗേറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മളിപ്പോ തായ്ലൻഡ് ബാങ്കോക്കിലെത്തി. നമുക്ക് ബാഗ് കളക്ട് ചെയ്യണം. എന്നിട്ട് രണ്ടാമത് റീചെക്കിൻ ചെയ്യണം. കുറെ ജേർണി ഉണ്ട് ഗായ്സ്. അപ്പൊ കാണാം. നമ്മൾ തായ്ലൻഡ് കൂടെ നടന്നു പോയിരുന്നു എയർപോർട്ടിൽ. അപ്പൊ നമുക്ക് ഒരാളെ കാണാൻ പറ്റും. ഒരാൾ അവിടെ ചാർജ് തിരിച്ച് നടന്നു വരുന്നുണ്ട്. വേറെ ആരുമല്ല, ഫഹീം. ആകം മൂഞ്ചി ഇവിടെ എത്തിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ എന്താ പ്രശ്നം വെച്ചപ്പോ ഞാനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോ അതിൽ പേരില്ല. സർനെയിം കൊടുക്കാതെ ബുക്ക് ചെയ്തിട്ട് ഇപ്പോ ഇവനെ കയറ്റി പിന്നെ കയറ്റണില്ല. ഇനി എന്താ കാട്ടോ ഒരു ഐഡിയ ഇല്ല. ആകെ ടെൻഷൻ. കുറെ പുതിയ ടിക്കറ്റ് എടുത്ത് പോകേണ്ടി വരും. ഞാൻ പറഞ്ഞിട്ടോ നിക്കണത്. അല്ലാതെ പോലെ നിക്കണേ. നീ 2:30 ആകുമ്പോത്തിന് പോകുമോ അറിയില്ല. ജീവിതത്തിൽ ഒരാൾ വഴി തങ്ങൂല കാശ്. പൈസ ഉണ്ടായില്ലെങ്കിലും പറയാൻ നമ്മൾ പറയണ്ടേ. സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്ത മാഡത്തിനെ നമ്മൾ കാണാൻ പോണേ. താങ്ക് യു സോ മച്ച് മാഡം. താങ്ക് യു മാഡം. ഇപ്പൊ ക്ലോസ് ആക്കുന്നായിരുന്നു. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാണ്. ബൈ ഗായ്സ്. ഗ്രൂപ്പ് പോയിട്ട് കോള് ചോദിക്കാം. അറിയില്ല. ഉഷാറാണ്. ബാക്കില് ഓക്കെ പറഞ്ഞിട്ടോ. ഫുഡ് പറ്റില്ല. ഇയാൾ ഭയങ്കര മോശം ചെയ്തില്ലേ. ഈ കാണുന്ന ആൾക്ക് അടുക്കളയിൽ പോയിട്ട് ഒരു ചിക്കൻ പീസ് ഇട്ടു. അങ്ങനെ നമ്മള് ചൈനയിലെത്തി. എയർപോർട്ടിലെത്തി. നമ്മൾ മെട്രോക്കാണ് പോകുന്നത്. പക്ഷെ നമ്മളെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി റൂമിലേക്ക് എത്തിയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ബൈ ബൈ. ജയ് ജാൻ. ജയ് ജയ്.